ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാഷി ടെക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളിന്നൊരു കമ്പ്യൂട്ടർ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഇതൊരു ഗെയിമിംഗ് കമ്പ്യൂട്ടർ ഒന്നുമല്ല, ഒരു നോർമൽ കമ്പ്യൂട്ടറാണ്. അപ്പോൾ അതായത് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കാണുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിട്ടാം. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ ഉണ്ടാക്കാൻ ഇന്റലിന്റെ മദർ ബോർഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതുമേൽ പ്രൊസസ്സറും അതിന്റെ ഫാനും അതുപോലെ തന്നെ റാമൊക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ പ്രൊസസ്സർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെ ഫിറ്റ് ചെയ്യാന്ന് നോക്കാം. മദർ ബോർഡിന്റെ നടുഭാഗത്തായിട്ട് തന്നെ ഉണ്ടാവും ഈ പ്രൊസസ്സർ വെക്കാനുള്ള സ്ലോട്ട്. അപ്പോൾ ആദ്യം അതിന്റെ ലോക്ക് നമ്മൾ തുറക്കണം. അപ്പോൾ ഞാനിപ്പോൾ ചെയ്ത പോലെ അതിന്റെ ആ കമ്പി ഒന്ന് അമർത്തി സൈഡിലേക്ക് നീക്കേണ്ട, പൊന്തിച്ചാൽ തന്നെ മതി. ഇനി ആ പ്രൊസസ്സർ വെക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ആ പ്രൊസസ്സറിന്റെ സൈഡ് ഭാഗത്തായിട്ട് 2 ഹോൾ ഉണ്ടാവും. അത് അതിൽ കറക്റ്റായിട്ട് ഇറക്കി വെക്കണം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വെച്ചാലൊന്നും കറക്റ്റായിട്ട് എങ്ങനെയാലും നിൽക്കില്ല. അപ്പോൾ അതിലേക്ക് തന്നെ കറക്റ്റായിട്ട് വെക്കണം. ഇനി നമുക്ക് അതുപോലെ തന്നെ തിരിച്ച് അമർത്തി ലോക്കാക്കി വെക്കാം. ഇനി നമ്മൾ എടുത്തിട്ടുള്ളത് പ്രൊസസ്സറിന്റെ മുകളിൽ വെക്കാനുള്ള ഫാനാണ് കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് അതേപോലെ ഫിറ്റ് ചെയ്യാം. അപ്പോൾ അതിന് കറക്റ്റായിട്ട് തന്നെ ഹോൾ ഉണ്ടാവും. ആ ഫാനിൻ്റെ സ്ക്രൂ ടൈറ്റ് ചെയ്ത് വെക്കാനുള്ള അതിലേക്ക് തന്നെ കറക്റ്റായിട്ട് വെച്ചാൽ നമുക്ക് ടൈറ്റ് ചെയ്യും. അങ്ങനെ നമ്മൾ ഫാനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ കണക്ഷൻ കൊടുക്കാം. അപ്പോൾ ആ ഫാനിൻ്റെ അടുത്തായിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ അതിൻ്റെ കണക്ഷനുള്ള പിന്നെ. അപ്പോൾ ഏതായാലും നമുക്ക് അത് പിന്നെ ചെയ്ത് കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് കമ്പ്യൂട്ടറിന്റെ ക്ലോക്കിന്റെ ബാറ്ററിയാണ് സെറ്റ് ചെയ്യാനുള്ളത്. അത് 3 വോൾട്ടിന്റെ ബാറ്ററിയാണ് ഉണ്ടാവുക. അതായത് നമുക്കത് സെറ്റ് ചെയ്ത് വെക്കാം. ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഇതിന്റെ റാം ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 2 GB റാമാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ഫാനിന്റെ സൈഡിലായിട്ട് തന്നെ ഉണ്ടാവും റാം ഇടാനുള്ള സ്ലോട്ട്. അപ്പോൾ 2 ഉണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ ഒന്നാടുണ്ട് 2 GB. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും ആ റാം ഇടുന്ന സ്ലോട്ടിൻ്റെ 2 അറ്റത്തായിട്ടുണ്ടാവും ഒരു സ്വിച്ച് പോലത്തെ 2 സാധനം. അതിൻ്റെ ലോക്കാണ്. അത് സൈഡിൽ അമർത്തിയതിന് ശേഷമാണ് റാം ഇടേണ്ടത്. ഇനി നമ്മൾ മൾട്ടിവുഡിൻ്റെ തിക്നെസ് കൂടിയ ഒരു പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് അതുമേൽ മദർ ബോർഡ് സെറ്റ് ചെയ്യാം. അപ്പോൾ മദർ ബോർഡിന് മേലെ 4 ഹോൾ ഉണ്ടാവും സ്ക്രൂ ചെയ്യാനുള്ള. അതിന്മേൽ വെച്ചാണ് നമുക്ക് സ്ക്രൂ ചെയ്യാം. അങ്ങനെ നമ്മൾ ആ മദർ ബോർഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ സൈഡിലൊരു മൾട്ടിവുഡിന്റെ പീസ് സെറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും മൾട്ടിവുഡിന്മേൽ ഒരു സ്വിച്ച് വെച്ചിട്ടുണ്ട്. അത് നമ്മളെ ഓൺ ഓഫ് സ്വിച്ച് ആണ് കമ്പ്യൂട്ടറിന്റെ. ഇനി നമുക്ക് ആ സ്വിച്ചിന്റെ കണക്ഷൻ കൊടുക്കാം. ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഇതിന്റെ സൈഡ് ഭാഗത്തുള്ള പീസുകളൊക്കെ ഒന്ന് ഒട്ടിച്ച് വെക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതുപോലെ SMBS സെറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും മദർ ബോർഡിന്റെ മുകളിലത്തെ ബേസ് മേലെ ഞാൻ തോനെ ഹോൾ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് ഇതിന്റെ പവർ കൊടുക്കാനുള്ള വയർ എടുക്കാനുള്ളതും അതുപോലെ തന്നെ ഇതിന്റെ ഫാനിൻ്റെതും ആണ് കേട്ടോ. ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഇതുപോലെ ഹാർഡ് ഡിസ്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത് 1 TB ഹാർഡ് ഡിസ്ക് ആണ് കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് SMBSന്റെ അടിഭാഗത്തായിട്ടുള്ള സ്ഥലത്ത് തന്നെ നമുക്കിത് സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് SMBSും അതുപോലെ തന്നെ ഹാർഡ് ഡിസ്കൊക്കെ ഒന്ന് ഇളകി ഇങ്ങോട്ട് പോരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പീസുകൾ അവിടെ ഒട്ടിച്ചു കൊടുക്കുക. ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഇതിന്റെ കണക്ഷൻസ് ഒക്കെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും SMBS വരുന്ന ഒരു വലിയൊരു കണക്ടർ ഉണ്ടാവും. ആ കണക്ടർ നിങ്ങൾ മദർ ബോർഡിൽ റാമിന്റെ ബാക്ക് ഭാഗത്തായിട്ട് തന്നെ ഒരു പിൻ ഉണ്ടാവും. അതിൽ പിൻ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു മഞ്ഞ വയറും ഉണ്ടാവും. അതും SMBS എന്നാണ് കേട്ടോ വരുന്നത്. അത് നമ്മളെ മദർ ബോർഡിലെ ഫാനിന്റെ സൈഡ് ഭാഗത്തായിട്ട് ഒരു പിന്നുണ്ടാവും. അതിൽ കുത്തി കൊടുത്താൽ മതി.
ഇനി നമുക്ക് ഹാർഡ് ഡിസ്ക്ക് SMPS എന്ന് വരുന്ന ഒരു പിന്നുണ്ട്, അത് നമുക്ക് അതിൽ കണക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ മദർ ബോർഡിൽ നിന്ന് ഒരു കണക്ഷൻ വരുന്നുണ്ട്, അത് നമുക്ക് അതിൽ കണക്ട് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ കണക്ഷനൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു മൾട്ടിവുഡിന്റെ പീസ് എടുത്താണ്ട് ഇത് അടയ്ക്കുക, അതിന്റെ സൈഡ് ഭാഗം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ കമ്പ്യൂട്ടറിന്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് വർക്ക് വെച്ച് നോക്കാം. അപ്പോൾ ഏതായാലും നമുക്ക് ആദ്യം പവർ കേബിൾ കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ മോണിറ്ററിൽ നിന്ന് വരുന്ന VGA കണക്ഷനും കണക്ട് ചെയ്യാം. ഇനി കീബോർഡും അതുപോലെ തന്നെ മൗസും പിന്നെ അതുപോലെ തന്നെ സൗണ്ടൊക്കെ കണക്ട് ചെയ്യട്ടോ. അങ്ങനെ നമ്മളെല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓണാക്കി നോക്കാം. ഫ്രണ്ട്സ്, ഏതായാലും നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഫാന് കറങ്ങുന്നത് നിങ്ങൾ കാണിച്ചിട്ടുണ്ടല്ലേ, SMPSന്റെ ഫാനാണ് കറങ്ങുന്നത്. അപ്പോൾ നമ്മൾ മോണിറ്റർ ഓണായി വരുന്നുണ്ട്. അപ്പോൾ ഞാനിതിൽ ഓൾറെഡി വിൻഡോസ് ഒക്കെ കയറ്റി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഏതായാലും നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ.